നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിനിടെ സംസ്ഥാനത്ത് ഭരണസ്തംഭനം. മുഖ്യമന്ത്രിയുടെ മറ്റു മന്ത്രിമാരുടെ അഭാവവും അടുത്ത മാസം പ്രതീക്ഷിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും കാരണം സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുന്ന മെല്ലെപ്പോക്ക് നയമാണ് ഭരണസ്തംഭനത്തിന് കാരണം. സർക്കാരിന്റെ കാലാവധി 6 മാസം മാത്രം ബാക്കി നിൽക്കെ ഉദ്യോഗസ്ഥരെ പിണക്കേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ. കൂട്ട അവധിയെടുത്തും ഫയലുകൾ വൈകിപ്പിച്ചും വിവിധ വകുപ്പ് പ്രവർത്തനങ്ങൾ നീങ്ങുമ്പോൾ ഭരണകക്ഷി സംഘടനയ്ക്ക് താൽപര്യമുള്ള ഫയലുകൾ മാത്രമാണ് തീർപ്പാകുന്നത്. ഒക്ടോബർ 15 മുതലാണ് മുഖ്യമന്ത്രി ഗൾഫ് പര്യടനം ആരംഭിച്ചത്. ബഹ്റിൻ, മസ്കറ്റ്, സലാല, ഖത്തർ, കുവൈത്ത്, അബുദാബി, ദുബായ് എന്നിവിടങ്ങളിൽ ഡിസംബർ 1 വരെ വിവിധ ഘട്ടങ്ങളിലായിട്ട് സന്ദർശനം നടത്താനാണ് തീരുമാനം. ഇടയ്ക്കിടെ കേരളത്തിൽ തിരിച്ചെത്തുകയും വീണ്ടും പോവുകയും ചെയ്യുന്ന തരത്തിലാണ് യാത്രകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇല്ലാത്തതുകൊണ്ട് മറ്റു വകുപ്പ് മന്ത്രിമാരും വികസന പ്രവർത്തനങ്ങൾ ഗൗരവമായി കാണുന്നില്ലെന്നാണ് ആരോപണം. 2 മാസത്തിനുള്ളിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടുത്ത മാസത്തോടെ വരാനിരിക്കുന്ന വിജ്ഞാപനമാണ് മുതിർന്ന ഉദ്യോഗസ്ഥരെ ആലസ്യത്തിലാക്കുന്ന മറ്റൊരു ഘടകം. പാർട്ടിക്ക് താല്പര്യമുള്ള ഫയലുകൾ ഭരണകക്ഷി സംഘടന വഴി നീക്കുന്നത് മാത്രമാണ് സജീവമായി നടക്കുന്നത്. ഡിസംബർ അവസാനത്തോടെ പുതിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിലവിൽ വരും. അതുവരെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചെയ്തു പോയാൽ മതിയെന്ന നിലപാടിലാണ് ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ലക്ഷ്യമിട്ട് ആകർഷകമായ പ്രഖ്യാപനങ്ങൾ നടത്താൻ മാത്രമാണ് സർക്കാർ താല്പര്യമെടുക്കുന്നത്. ശമ്പള പെൻഷൻ പരിഷ്കരണം, ക്ഷേമ പെൻഷൻ വർധന, മുടങ്ങിക്കിടക്കുന്ന ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ ഒരു ഭാഗം വിതരണം ചെയ്യൽ എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന തീരുമാനങ്ങൾ നവംബർ 1 മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. സർക്കാർ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാത്തതിൽ ഭരണ പ്രതിപക്ഷ സർവീസ് സംഘടനകളിൽ നിന്ന് സർക്കാർ കടുത്ത സമ്മർദ്ദം നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് തൊട്ടു മുൻപ് പ്രഖ്യാപനങ്ങൾ നടത്താൻ സർക്കാർ നീക്കം നടത്തുന്നത്. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കും. കമ്മീഷനോട് വേഗത്തിൽ റിപ്പോർട്ട് വാങ്ങി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ശമ്പള വർധനവ് നടപ്പാക്കാനും സാധ്യതയുണ്ട്. ജീവനക്കാർക്ക് ലഭിക്കാനുള്ള 17% DA കുടിശ്ശികയിൽ നിന്ന് 4% അനുവദിച്ചേക്കും. എന്നാൽ മുൻകാല കുടിശ്ശിക തുക പൂർണ്ണമായി ലഭിക്കാൻ സാധ്യതയില്ല. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലെ പ്രതിസന്ധി പരിഹരിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ബാക്കിയുള്ള ഗഡുക്കൾ പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുന്ന തീയതി പ്രഖ്യാപിക്കുക എന്നിവയും പരിഗണനയിലുണ്ട്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതിന് പകരം ശമ്പളത്തിന്റെ പകുതിയെങ്കിലും പെൻഷൻ ഉറപ്പു നൽകുന്ന അഷ്വേഡ് പെൻഷൻ പദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം വീണ്ടും ഉണ്ടായേക്കും. പ്രഖ്യാപനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാരുടെ പിന്തുണ ഉറപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷവുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെ നവംബർ 1 പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത സർക്കാർ നടപടിയിൽ പ്രതിപക്ഷം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചട്ടങ്ങൾ ലംഘിച്ചാണ് സമ്മേളനം വിളിക്കുന്നതെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും കത്ത് നൽകി. നിയമസഭാ നടപടിക്രമങ്ങളിലെ ചട്ടപ്രകാരം ശനിയാഴ്ച പോലുള്ള പൊതു അവധി ദിവസങ്ങളിൽ സഭാ സമ്മേളനം നടത്തണമെങ്കിൽ അതിന് സഭയുടെ മുൻകൂട്ടിയുള്ള അംഗീകാരം ആവശ്യമാണ്. എന്നാൽ ഇത്തരമൊരു തീരുമാനം നിലവിൽ സഭ കൈക്കൊണ്ടിട്ടില്ല.